നമ്മുടെ ഈ പ്രപഞ്ചം മാത്രമാണോ നിലനിൽക്കുന്നത്? നമുക്കപ്പുറം മറ്റൊരു ലോകം, മറ്റൊരു ഞാൻ, മറ്റൊരു ചരിത്രം അങ്ങനെയൊന്നുണ്ടോ? പതിറ്റാണ്ടുകളായി സയൻസ് ഫിക്ഷൻ കഥകളെയും സിനിമകളെയും ആവേശം കൊള്ളിച്ച ഈ ആശയം കേവലം ഭാവന മാത്രമാണോ? അതോ യാഥാർത്ഥ്യത്തിനൊരു സാധ്യതയുണ്ടോ? അതെ, ശാസ്ത്രം പോലും ഈ നിഗൂഢമായ ചോദ്യത്തിന് ഉത്തരം തേടാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് നമ്മൾ അങ്ങനെയൊരു പറയാത്ത കഥ തേടിയാണ് പോകുന്നത്. സമാന്തര പ്രപഞ്ചങ്ങളിലേക്കുള്ള വാതിലുകൾ. സമാന്തര പ്രപഞ്ചങ്ങൾ എന്ന ആശയത്തിന്റെ വേരുകൾ കിടക്കുന്നത് ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും വിചിത്രമായ ശാഖയിലാണ്, ക്വാണ്ടം മെക്കാനിക്സ്. നമ്മുടെ ചുറ്റുമുള്ള വലിയ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളല്ല ക്വാണ്ടം ലോകത്തെ കണികകളെ നിയന്ത്രിക്കുന്നത്. അവിടെ ഒരു കണികയ്ക്ക് ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ കഴിയും, അല്ലെങ്കിൽ പല അവസ്ഥകളിൽ നിലനിൽക്കാൻ കഴിയും. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്, അല്ലേ? എന്നാൽ നമ്മളൊരു നിരീക്ഷണം നടത്തുമ്പോൾ ഈ കണിക ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് തകർന്നു വീഴുന്നു. ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ശാസ്ത്രജ്ഞർ പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഡോക്യുമെന്ററിയുടെ കേന്ദ്രബിന്ദുവായ മെനി വേൾഡ്സ് ഇന്റർപ്രിട്ടേഷൻ അഥവാ ബഹുലോക വ്യാഖ്യാനം. ഈ സിദ്ധാന്തം പറയുന്നത് ഇതാണ്: ക്വാണ്ടം ലോകത്ത് ഓരോ തവണ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പ്രപഞ്ചം പല ശാഖകളായി പിരിയുന്നു. ഉദാഹരണത്തിന്, ഒരു നാണയം എറിയുമ്പോൾ തലയും വാലും ഒരുമിച്ച് നിലനിൽക്കുന്നു, എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അതൊന്നായി മാറുന്നു. മെനി വേൾഡ് സിദ്ധാന്തമനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രപഞ്ചത്തിൽ തല വീഴുകയും മറ്റൊരു സമാന്തര പ്രപഞ്ചത്തിൽ വാലു വീഴുകയും ചെയ്യുന്നു. അതായത്, നമ്മുടെ ഓരോ തീരുമാനവും ഓരോ നിരീക്ഷണവും പുതിയ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ ആശയം വിപ്ലവകരമാണ്, ഒപ്പം ഞെട്ടിപ്പിക്കുന്നതും. ചില ശാസ്ത്രജ്ഞർ ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ഇത് അമിതമായി സങ്കീർണമാണെന്ന് വാദിക്കുന്നു. പക്ഷെ ഒന്നുറപ്പാണ്, ഇത് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ചോദ്യം ചെയ്യുന്നു. ഇത് വെറും ഗണിതശാസ്ത്രപരമായ ഒരു കളി മാത്രമല്ല, നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സാധ്യതയാണ്. സമാന്തര പ്രപഞ്ചങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങളൊരു പ്രത്യേക ജോലി തിരഞ്ഞെടുക്കാതെ മറ്റൊന്ന് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ, ഒരു നിമിഷത്തെ ദേഷ്യം നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു കാൽവെപ്പ് അബദ്ധമായിരുന്നെങ്കിൽ, മെനി വേൾഡ് സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ ഓരോ സാധ്യതയും മറ്റൊരു പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു പ്രപഞ്ചത്തിൽ ഒരു ഞാൻ ഉണ്ടാകുമോ? ഒരുപക്ഷേ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമായ മറ്റൊരു ലോകത്ത് ഒരു ഞാൻ ജീവിക്കുന്നുണ്ടാകാം. ഇത് വിധിയെയും സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രപഞ്ചം പിരിയുന്നതിന്റെ ഭാരമുണ്ടോ? ഇത് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സമാന്തര പ്രപഞ്ചങ്ങളിലേക്കുള്ള വാതിൽ എപ്പോഴെങ്കിലും പൂർണ്ണമായി തുറക്കുമോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ആ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയായിരിക്കാം, നമ്മളത് തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷെ ഒന്നുറപ്പാണ്, പ്രപഞ്ചം നമ്മൾ കരുതുന്നതിലും എത്രയോ വിശാലവും നിഗൂഢവുമാണ്. നമ്മുടെ നിലവിലെ ശാസ്ത്രീയ ഉപകരണങ്ങൾക്ക് പിടികൊടുക്കാത്ത എത്രയോ യാഥാർത്ഥ്യങ്ങൾ അവിടെ മറഞ്ഞിരിപ്പുണ്ടാകാം. അറിവിനായുള്ള മനുഷ്യന്റെ അന്വേഷണം തുടരുന്നിടത്തോളം കാലം ഈ പുതിയ മാനങ്ങളിലേക്കുള്ള വാതിലുകൾ എന്നും കൗതുകമുണർത്തിക്കൊണ്ടിരിക്കും. ആ അദൃശ്യമായ ലോകങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്.